ഗൈസ്, ഒരു കഥ ചൊല്ലട്ടുമാ. ഒരിടത്തൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് അയാളെ പറ്റിയിട്ട് ഒരു വിലയില്ല. ലൈക്ക് ഞാൻ എന്ത് ചെയ്താലും ഒരു ഗുണം പിടിക്കില്ല എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ. അയാളെ വഴി കൂടെ നടന്ന് പോയപ്പോഴത്തേക്ക് ഒരു അപ്പനെ കണ്ടു. അപ്പൻ്റെ അടുത്തിരുന്ന് വിഷമം പറയാ. എൻ്റെ അപ്പനോട് ചോദിച്ചു, എനിക്ക് എൻ്റെ വില എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക, എനിക്ക് ഇതിൽ വില ഉണ്ടോ, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന ചോദിച്ചപ്പോൾ അപ്പം പറഞ്ഞു ഓക്കെ, മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം നല്ല ഭംഗിയുള്ള നീല കളർ കല്ല് എടുത്തിട്ട് ഇയാളെ കൈ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ കല്ല് ഞാൻ പറയുന്നത് 3 സ്ഥലത്ത് നീ കൊണ്ടുപോയി കൈ പിടിച്ച് 2 വിരലിൽ പിടിച്ചിട്ട് നിൽക്കണം. പക്ഷേ ആരും വില ചോദിച്ചതിന്റെ വില പറയാനും പാടില്ല, തിരിക്കാനും പാടില്ല എന്ന് പറഞ്ഞു. ഇയാൾ ഓക്കെ പറഞ്ഞു, ഇയാൾ പോയി. ഡൺ പറഞ്ഞു പോയി. ആദ്യം പോയത് എവിടെയാ? മാർക്കറ്റിലായിരുന്നു. മാർക്കറ്റിൽ പോയിട്ട് ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും ഒരു ആൻറ്റി വന്നിട്ട് ഇതിന്റെ വിലയൊക്കെ ചോദിച്ചു. ഇയാളൊന്നും മിണ്ടുന്നില്ല. ആൻറ്റി സ്വന്തമായിട്ട് പറഞ്ഞു, ഞാൻ 20 രൂപ തന്നെ തരാം, ഞാൻ ഇത് കൊണ്ടുപോയി എനിക്ക് പൂന്തോട്ടത്തിടാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. ബട്ട് അപ്പൻ്റെ ഒന്നും മിണ്ടാൻ പാടില്ല. അപ്പോൾ ഇയാളൊന്നും മിണ്ടില്ല. ഇത് വേണ്ടി ഇയാൾ കല്ലും കൊണ്ട് പോയത് ഒരു മ്യൂസിയത്താണ്. മ്യൂസിയം ഈ പെബിൾസ് ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു മ്യൂസിയം. അപ്പോൾ ഈ പെബിൾ കളക്ടർ കണ്ടോണ്ട് ഓടിച്ചാടി, ദൈവമേ നല്ല രസമുള്ള നീല കല്ലാണല്ലോ, ഞാൻ ഇതിനൊരു 20,000 രൂപ തരാം, ഞാൻ ഇത് എടുക്കുകയാണ്, ഇത് ഭയങ്കര എൻ്റെ കളക്ഷനിലോട്ട് നല്ലൊരു ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കുറേതൊക്കെ പറഞ്ഞു. ബട്ട് ദിസ് മാൻ ഒന്നും മിണ്ടില്ല, ബിക്കോസ് അപ്പോൾ പെണ്ണോൾ മിണ്ടാൻ പാടില്ല. മൂന്നാമത് ഇയാൾ കല്ലും കൊണ്ട് പോയതൊരു ജം ഷോപ്പിലായിരുന്നു. ജം ഷോപ്പിൽ ചെന്നോണ്ട് അയാൾ വന്നിട്ട് മറ്റേ മാഗ്നിഫൈങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നോക്കി. റേറസ്റ്റ് ഓഫ് ദ റേറസ്റ്റ് കല്ലാണ് സാർ, ഇത് എവിടെ നിന്ന് കിട്ടി? അയ്യോ, ഞാൻ ഇതിന് 2 കോടി തരാം, അത്രയ്ക്ക് റെയർ ആയിട്ടുള്ള കല്ലാണ് എന്ന് പറഞ്ഞു. ബട്ട് അപ്പൂപ്പൻ്റെ ഉള്ളിൽ മിണ്ടാൻ പാടില്ല, വെക്കാനും പാടില്ല. അപ്പോൾ ഇയാൾ കല്ലുകൊണ്ട് അപ്പൂപ്പൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ആദ്യം ചന്തയിൽ പോയി, അവിടുത്തെ ഒരു ആൻറ്റി എനിക്ക് 20 രൂപ തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോയി മ്യൂസിയത്തിൽ എനിക്ക് 2,000 രൂപ പറഞ്ഞു, 20,000 രൂപ സം രൂപ ഓക്കെ. എന്നിട്ട് ഞാൻ പോയി അവിടുത്തെ ജം ഷോപ്പിൽ പോയപ്പോഴത്തേ ആ പുള്ളിക്കാരിക്ക് 2 കോടി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ മീൻസ് കേട്ടിട്ട് ഇങ്ങനെ ചിരിച്ചു. ഇതുപോലെയാണ് മോനെ, ഇതുപോലെയാണ് നിന്റെ വില. യുവർ വാല്യൂ ഡിപ്പെൻസ് ഓൺ വെയർ യു ചൂസ് ടു പ്ലേസ് യുവർ സെൽഫ്. നീ നിന്നെ 20 രൂപ വാല്യൂ തരുന്ന ആൾക്കാരുടെ ചുറ്റുമാണ് നീ നിന്നെ നിർത്തുന്നത്, നിനക്ക് അത്ര വാല്യൂ കിട്ടുള്ളൂ. ബട്ട് ഇഫ് യു ആർ സറൗണ്ടഡ് ബൈ പീപ്പിൾ ഹു ട്രീറ്റ് യു ലൈക്ക് എ റെയർ ജം, നിനക്ക് അത്രയും വാല്യൂ ഉണ്ടാവും. സോ നിങ്ങളെല്ലാവരും അതുപോലത്തെ റെയർ ജം ആണ്. ബട്ട് മേക്ക് ഷുവർ യു ആർ സ്റ്റാൻഡിങ് ഇൻ ദ റൈറ്റ് ഷോപ്പ്. ദാറ്റ്സ് ഇറ്റ്. ടാറ്റാ.